So guys, you are watching Volver Techies. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ഡ്രയർ ആണ്. നോവ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ഹെയർ ഡ്രയർ ആണ് കേട്ടോ. അത് നോവ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഹെയർ ഡ്രയർ ആണ്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാനും നമുക്ക് ഇതിൻ്റെ പാക്ക് ഒന്ന് നോക്കിയേക്കാം. ഇവിടെ 1200 വാൾട്ട് എന്നാണ് ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. പിന്നെ ഹോട്ട് ആൻഡ് കോൾഡ്, കാരണം ചൂട് കാറ്റും അത്യാവശ്യം തണുത്ത കാറ്റും കിട്ടുന്നു. പിന്നെ ഇവിടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ വില എഴുതിയേക്കുന്നത് എത്ര ഫോക്കസ് ആവുന്നതിന് വേണ്ടിയിട്ടോ 845 രൂപ എന്നാണ്. പക്ഷേ നമുക്ക് കിട്ടിയത് 400 രൂപയ്ക്കാണ്. ആമസോണിൽ നിന്നാണ് അത് മേടിച്ചത്. ബാക്കിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ എന്നാ ഡോൺ യൂസ് ഡ്രയർ ഫോർ മോർ ദാൻ 2 minutes അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇത്രയും ചെറിയൊരു ബോക്സിൽ നിന്ന്, ഇതൊരു മൊബൈലിൻ്റെ ബോക്സിൻ്റെ അത്രയേ ഉള്ളൂ. അത് ഇപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഇത്ര ചെറിയ ബോക്സിൽ എന്തോരമുള്ള ഹെയർ ഡ്രയറാണ്. നമ്മൾ നേരെ അൺബോക്സ് ചെയ്യാൻ പോകണതാണ്. നമ്മുടെ സാധനം ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സാധനം. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് മാറ്റി വയ്ക്കാൻ പോകണതാണ്. നമ്മൾ മാറ്റി വെച്ചു. ഇനി എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇനി നമ്മുടെ ബോക്സിനകത്ത് വേറൊന്നുമില്ല, ഈ ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ. ഇൻസ്ട്രക്ഷൻ കാർഡാണ്. ഇവിടെ പുറകിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വെച്ചേക്കാം, മാറ്റി വെച്ചേക്കാം. നമ്മുടെ സാധനം എടുക്കട്ടെ. ഇതാണ് നമ്മുടെ ഹെയർ ഡ്രയർ. എൻ്റെ ഈ പാക്ക് അടിപൊളിയാണെങ്കിലും മെഷീൻ്റെ അകത്ത് വന്നത് ചെറിയൊരു ബജ്ജിയൊക്കെ മേടിക്കുമ്പോൾ ഇടുന്ന ഒരു കവറിലാണ്. അപ്പോൾ പൊട്ടിച്ചേക്കാം. ഗൈസ്, ഇത് ഇത്ര വലിപ്പം കുറവുള്ളതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതൊരു ഫോൾഡബിൾ ഹെയർ ഡ്രയറാണ്. കണ്ടോ, ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. അപ്പോൾ ഇതിങ്ങനെ വരും. 1 2 അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോൾഡബിളാണ്. അപ്പോൾ നമുക്ക് എവിടെയും കൊണ്ടുപോകാം, ചെറിയ ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകാം. അതിന് വേണ്ടിയാണ് ഇത് ഫോൾഡബിൾ ഹെയർ ഡ്രയറായിട്ട് നമുക്ക് കിട്ടിയത്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു വിൻഡ് വരുന്നുണ്ട്. അത് നമുക്ക് ദൂരാൻ പറ്റില്ല കേട്ടോ. അത് നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് അനുസരിച്ച് ഇത് കൊടുക്കാം. ഇവിടെ നോവ എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് 3 സ്വിച്ചാണ്. ഒരു സ്വിച്ചിന് 3 സെറ്റപ്പാണ്. നമുക്കിതൊന്ന് പ്ലഗ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വയറെടുത്തു, വയർ കുത്തി. വയറിന് അത്യാവശ്യം ലെങ്ത്തുള്ളൊരു വയർ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ പറഞ്ഞേ. അത്യാവശ്യം നല്ലൊരു പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അത് മൊത്തം പ്രീമിയം ക്വാളിറ്റി. പിന്നെ ഇവിടെ ഒരു ഫാനാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു ഫാൻ വരുന്നുണ്ട്. അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് ഉണ്ട്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 400 രൂപയാണ്. ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓണാക്കി നോക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാൻ മറന്നു. ആമസോണിലെ ബെസ്റ്റ് സെല്ലറായിട്ടുള്ളൊരു ഹെയർ ഡ്രയർ തന്നെയാണ് കേട്ടത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് മേടിച്ചത്. നമുക്കിത് ഓണാക്കി നോക്കാം. നമ്മൾ നേരത്തെ ഒരു കോൾഡിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്ത കാറ്റല്ല, നമ്മുടെ നോർമൽ കാറ്റ് തന്നെ ആണ് കിട്ടുന്നത്. പക്ഷേ ഈ ഒരു ഹെയർ ഡ്രയറിൻ്റെ ചൂട് കാറ്റ് നമ്മുടെ തലയൊട്ടിക്കടിച്ചാൽ അത് അത്ര നല്ലതല്ല. നമ്മുടെ തലയിൽ മുടിയും കൊഴിഞ്ഞു പോകും. അപ്പോൾ മുടിയിൽ മാത്രം അടിക്കാൻ പോകണം. നമ്മുടെ തലയിലേക്ക് അടിച്ചാൽ മുടി കൊഴിഞ്ഞു പോകും. പിന്നെ അതുകൊണ്ടാണ് അവർ സാധാ ഒരു നോർമൽ ഹെയർ കാറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതടിച്ചാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഓൺ ചെയ്ത് നോക്കാം. പ്ലഗ് ചെയ്യുക, കുത്തിട്ടോ. ഇപ്പോൾ ഏറ്റവും മേളിലേക്ക് ഓഫായിരിക്കും. 3 സ്വിച്ചാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 3 സ്വിച്ച് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഏറ്റവും മേളിൽ ഓഫാണ് കേട്ടോ. നടുക്കിലേക്ക് ആകുമ്പോൾ ഒരു സാധാ കാറ്റ്, ചൂടില്ലാത്ത സാധാ കാറ്റ്. ഏറ്റവും താഴത്തേക്ക് ആകുമ്പോഴാണ് ഭയങ്കര ചൂടോടുള്ളൊരു കാറ്റ്. അപ്പോൾ നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓണാണ്. നമ്മൾ ഇടാണ് സാധാ കാറ്റ്, നോർമൽ. ഓ അടിപൊളി, നല്ലൊരു നമ്മുടെ സാധാ കാറ്റാട്ടോ വെച്ചത്. അപ്പോൾ സൗണ്ട് ഉണ്ട്, അത്യാവശ്യം സൗണ്ടൊക്കെ ഉണ്ട്. പിന്നെന്താ, ഇനി നമുക്ക് മറ്റേ ചൂട് കാറ്റ് ഡ്രയർ
ഈ ഒരു സംഭവമാണെങ്കിലും എന്താ പറയുക അടിപൊളിയാണ്. നമുക്ക് ഒരുപാട് പൊള്ളണ ചൂടൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് മേത്തേക്ക് അടിക്കുമ്പോൾ അധികം പൊള്ളാത്തൊരു ചൂട് തന്നെയാണ് കിട്ടുന്നത്. നമ്മുടെ കയ്യിലൊരു ക്രിമിയുടെ ഒരു സ്ട്രെയിറ്റ്നറുണ്ട്. ക്രിമി അല്ല കേട്ടോ, കെമയുടെ ഒരു സ്ട്രെയിറ്റ്നറുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആണെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഡ്രയറിൻ്റെ റിവ്യൂ എങ്ങനെ ഉണ്ടായി? അപ്പോൾ ഇത് മേടിക്കുമ്പോൾ എനിക്ക് നെഗറ്റീവായിട്ട് ഒരു കാര്യം തോന്നിയിട്ടില്ല. അത്യാവശ്യം ഈ ഒരു വിലയ്ക്ക് 400 രൂപയ്ക്ക് ഒരു അടിപൊളി ഡ്രയർ തന്നെയാണിത്. അപ്പോൾ ഇതെല്ലാവരും മാക്സിമം മേടിക്കാൻ നോക്കാം. നിങ്ങൾ വെറുതെ 150 രൂപയ്ക്ക് ചാത്ത സാധനം പോയി മേടിക്കരുത്, നല്ല സാധനം മേടിക്കുക. അങ്ങനെ അതിൻ്റെ പവർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പവർ ഇത് പറന്നോ നോക്കിക്കോട്ടെ പെട്ടി. കടലാസും പെട്ടിയൊക്കെ പറന്നു കേട്ടോ. നല്ലൊരു കാറ്റ് തന്നെയുണ്ട്, നല്ല സാധനം കേട്ടോ ഇത്. ഇതിൻ്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്പ്രിങ്ങും ഒരു ഫാനൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കുറവാണ്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.